അപ്പോൾ എൻ്റെ കുഞ്ഞുവാവയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണത് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഹൈ സീലിങ്സും അതുപോലെ തന്നെ അത്ര പൊക്കത്തിലുള്ള ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഭയങ്കര സീനിക് ആയിട്ട് തോന്നി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 റിവറിൻ്റെ, അതായത് പോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കുന്നും മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂവും, അപ്പോൾ അത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ വ്യൂ പോയിന്റ് ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റും. കുട്ടികളെയൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓൾഡ് സ്ട്രീറ്റ്സും അതുപോലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും ഇപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചർച്ചിൻ്റെ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൾട്ടൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാസിലാണ് കേട്ടോ. ഇപ്പോൾ ഇതേ വീഡിയോ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാസിലാണിത്. ഒരു കൊച്ചു കാസിലാണ് കേട്ടോ, ഭയങ്കര വലിയതായിട്ടുള്ളൊരു കാസിലൊന്നല്ല, പക്ഷെ ഭയങ്കര സീനിക്കായിട്ട് തോന്നി കേട്ടോ. ഇത് ശരിക്കും ബാംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജ് സൈഡ്, അതായത് ജർമ്മനിയിലുള്ള ബാംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജ് സൈഡിൽ ഉള്ള ഒരു കാസിലാണ് കേട്ടോ. ഇത് ആൾട്ടൻബർഗ് കാസിൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഏകദേശം 12th സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കാസിലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുന്നിന് മുകളിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴത്തെ റോട്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ താഴേക്കുള്ള വില്ലേജസും ആ ഒരു ഏരിയ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ ആൻഡ് ഫാമിലി ഇവിടെ ബാംബർഗിലുണ്ട്. അപ്പോൾ അവരെ കാണാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാസിൽ വിസിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും എൻ്റെ ഹസ്ബൻഡും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. ബാംബർഗ് ഭയങ്കര കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. നമ്മൾ ജർമ്മനിയിലെ തന്നെ പഴയ ഓൾഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സിറ്റീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇതിൻ്റെ ചുറ്റിനും നടന്നിട്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലുള്ളതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ കാണാനും നല്ല രസമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടവറുണ്ട്. ഈ ഒരു ടവറാണ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാസിലാണ് കേട്ടോ ഇത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ബാംബർഗ് സിറ്റിയിൽ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ് ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് വളരെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഇത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോകാത്ത, അതായത് നശിച്ചു പോകാത്തതായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റ്, ഇത് ചെറിയൊരു അപ്പർ ഡെക്ക് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്കൊക്കെ നോക്കി താഴത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റലിൻ്റെ ഒരു സൈഡ് വ്യൂ കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ബാക്ക് സൈഡിൽ കാണുന്നതാണ് നേരത്തെ കണ്ട ആ ഒരു ടവർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കുന്നും മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂവും, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാസ്റ്റലും, അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുക കേട്ടോ. ഇത് പണ്ടത്തെ ഇവിടുത്തെ രാജകുമാരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമായിരുന്നു. ഇപ്പം ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് ഇവർ യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കയറി കാണാം. അപ്പോൾ ഇതിന് മുന്നത്തെ കാലത്ത് ഇവിടുത്തെ ബർഗിലെ ബിഷപ്പ് താമസിച്ചിരുന്ന ഒരു റിലീജിയസ് ലീഡേഴ്സിൻ്റെ ഒക്കെ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. അതിനുശേഷം ഒരിടയ്ക്ക് ഇത് ഡിസ്ട്രോയ് ആയിപ്പോയി, പിന്നെ അത് റീബിൽഡ് ചെയ്തു. ഒരു സമയത്ത് തീ പിടിച്ചത് നശിച്ചു, പിന്നെ വീണ്ടും പണിതു. അങ്ങനെ കുറേ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്യുവർ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീനിക് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാം. ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് വന്ന് ഈ ഒരു കാസിൽ എക്സ്പ്ലോർ ചെയ്ത് വ്യൂ കണ്ടിട്ട് അങ്ങനെയൊക്കെ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്കൊരു വെല്ലിൻ്റെ സെറ്റപ്പിലുള്ള ഒരു ഇത് കാണാൻ പറ്റും. അത് പഴയ പല കാസിൽ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ദൂരേക്ക് നമുക്ക് ആ ഒരു ബാംബർഗ് സിറ്റി വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇതിന് കുറച്ച് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഒക്കെ പോലത്തെ ഒരു ഏരിയ ആണ്. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരുപാട് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റി വ്യൂ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ടോപ്പ് വ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട് ആസ്വദിക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല വെതർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ക്ലൈംബ് ചെയ്ത് കയറണമെന്നില്ല കേട്ടോ. ചില കാസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടന്നിരുന്ന ആവശ്യതയാവും, ഒരുപാട് സ്റ്റെപ്പൊക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു കാസിലായിരിക്കും. അത് ഞാൻ പറയുന്നത് ഒരു കൊച്ചു കാസിലാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുവാവ കഴിഞ്ഞ ട്രിപ്പിൽ കുറേ കാസിലൊക്കെ കണ്ടിരുന്നു. ഇവർക്ക് ഇഷ്ടമാണ് പ്ലേസസ് ഒക്കെ കാണാനും പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു കാരിയറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ഇവളെ കൊണ്ടു നടക്കും. കാരണം ഇവൾക്ക് സ്ട്രോളറിൽ എപ്പോഴും ഇരിക്കാൻ ഇഷ്ടമില്ല.
അപ്പോൾ ഇങ്ങനത്തെ പ്ലേസസും ക്ലൈംബ് ചെയ്യാനുള്ളതൊക്കെ ആകുമ്പോഴും ഞങ്ങളെപ്പോഴും ഇങ്ങനത്തെ കരിയറാണ് യൂസ് ചെയ്യാറ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 അവറൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ അവിടെ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ബാംബർഗിൻ്റെ ആ ഒരു സിറ്റി സെൻറ്റർ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുവാവയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ചർച്ച് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മെയിൻ സെൻറ്റർ ഏരിയ ഇതാണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇതാണ് ഞാനവർ പറഞ്ഞ ചർച്ച് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ബാംബർഗ് കാത്തഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ബാംബർഗിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഇത് ഏകദേശം 11th to 13th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അതായത് 1000, 1200 ആ ഒരു വർഷം കാലഘട്ടത്തിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹെൻറി രണ്ടാമനാണ്. അതുപോലെ തന്നെ റോമൻസ്ക്യൂ അതുപോലെ ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ മിക്സാണ് ഈ ഒരു ചർച്ച് കേട്ടോ. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഗോത്തിക് സ്റ്റൈലിൽ ചേർച്ചസും ബിൽഡിങ്സും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 12th 13th സെഞ്ച്വറി അല്ലെങ്കിൽ ഒരു 17th സെഞ്ച്വറി ഒക്കെ വരെ കൂടുതലും നമുക്ക് ഈ ഒരു സ്റ്റൈലിലുള്ള ചേർച്ചസ് ആണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഫ്രണ്ടിലെ കൊത്തുപണികളൊക്കെ നോക്കി എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇത്രയും വർഷം പഴക്കമുള്ള ആ ഒരു ചേർച്ച് ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വലിയ 4 ടവേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് മുകളിലൊക്കെ കയറി കാണാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ആ ഒരു തോമ്പ് ഏരിയ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ആ റൂഫിലെ കൊത്തുപണികളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ഒരു 2 തോമ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് അതിലൊന്നെന്ന് പറയണത് എംപയറർ ഹെൻറി രണ്ടാമൻ, അയാളും അയാളുടെ ഭാര്യനെയും ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് പോപ്പ് ക്ലീമൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പിനെയും ഇതിൻ്റെ അകത്താണ് അടക്കം ചെയ്തിട്ടുള്ളത് കേട്ടോ. ജർമ്മനിയിൽ പോപ്പിനെ അടക്കം ചെയ്തിട്ടുള്ള ആകെ ഒരു കാത്തഡ്രൽ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ഏരിയയിൽ അതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാംബർഗ് വളരെ പ്രിസർവ്ഡ് ആയിട്ടുള്ളൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതുപോലെ തന്നെ ജർമ്മനിയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാത്തഡ്രലിൻ്റെ ലിസ്റ്റിൽ പെടുന്നതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാത്തഡ്രൽ കേട്ടോ. അതുപോലെ തന്നെ ഹിസ്റ്ററി, ആർക്കിടെക്ചർ, ആർട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഇങ്ങനെ എവിടെ വന്നാലും ലൈറ്റ്സ് ഒക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് കാത്തഡ്രലാണേലും പുറത്ത് ഏത് പ്ലേസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചർച്ചിൻ്റെ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ആ ഒരു റൂഫും അതുപോലെ തന്നെ ആ ഒരു അൾത്താരയുടെ ഭാഗവും ഭയങ്കര രസമായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഹൈ സീലിങ്സ് ആണ്. അതുപോലെ തന്നെ അത്ര പൊക്കത്തിലുള്ള ലൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റോൺ പില്ലേഴ്സ് അതുപോലെ തന്നെ ആർച്ചസ് ഒക്കെ വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ, ആ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഒബിയസ്ലി ഭയങ്കര ഓൾഡാണ് ഈ ഒരു കാത്തഡ്രൽ. അപ്പോൾ നമ്മൾ ആ ഒരു കാത്തഡ്രലിൻ്റെ പോയിന്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ബാംബർഗ് സെൻട്രൽ ഏരിയയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ശരിക്കും ഇതിലൂടെ ഒരു വാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. വളരെ ചെറുതായിട്ടുള്ളതും വളരെ കൊച്ച് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് സൈഡാണെന്ന് പറയുന്നത്. ഒരു ഓൾഡ് ടൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. വളരെ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോബിൾ സ്റ്റോണിൻ്റെ റോഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ നോക്കിയാൽ പഴയ കുറേ ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇത് കൂടുതലും റെസ്റ്റോറൻറ്റ്സും ഷോപ്സൊക്കെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് ഹിസ്റ്റോറിക്കൽ സിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്ലേസ് കേട്ടോ. ഞങ്ങൾ ജർമ്മനിയിൽ തന്നെ ഒരുപാട് പ്ലേസസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അമ്മ വന്നതിന് ശേഷം വളരെ കുറച്ച് പ്ലേസേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ഇഷ്ടമായി. കാരണം വെറുതെ നമ്മൾ ഇതിലൂടെ ഒന്ന് നടന്നാൽ മതി. തിരക്കില്ലാത്തൊരു ദിവസമാണെങ്കിൽ കുറേ കൂടി രസമായിരുന്നു. പക്ഷേ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇത് ഇവിടുത്തെ ആൾട്ടസ് രാത്തൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 റിവറിൻ്റെ, അതായത് ആ ഒരു റിവറിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൻ്റെ നടുക്കായിട്ട് പണിതിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്നുള്ളതാണ്. ഇത് വളരെ റെയറാണ് ആ ഒരു സമയത്തൊക്കെ കേട്ടോ ഇവിടെ.
അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ഉള്ള വാളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കനാൽ സൈഡും വാട്ടറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിങ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സിറ്റിയുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ച് ഇൻ്റർനെറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റിയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജസാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ഈ ഒരു പ്ലേസിലത്തെ ഈ ഒരു വാക്കും ഈ ഒരു പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും വലിയൊരു രസമായിട്ട് തോന്നി കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ബാംബർഗിൽ ഏറ്റവും മോസ്റ്റ് ലൈവ്ലി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് മാത്രമല്ല ചെറിയ ചെറിയ പബ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കൂടുതലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഞങ്ങളതായ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടെ നമുക്ക് നല്ല പിച്ചയൊക്കെ കിട്ടി. അപ്പോൾ ശരിക്കും ഇറ്റാലിയൻ ഫുഡും അതുപോലെ തന്നെ ജർമ്മൻ ഫുഡും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറേ റെസ്റ്റോറൻറ്റ്സ് നമ്മളിവിടെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാണ്. കുറച്ച് സമയം ഇങ്ങനെ നടക്കുക, രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ കാണാം, വിശക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക. പിന്നെ ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറേ ബീറൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്ലോ പേസിൽ നടക്കാം. പിന്നെ ഇതാ ഈ ഒരു കനാലിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ആൾട്ടസ് രാത്ത് ഹൗസ് ഇല്ലേ, അതിൻ്റെ ആ ഒരു എൻട്രൻസ് പോയിന്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് ദൂരെ നിന്നുള്ള വ്യൂവും ഇപ്പം നമ്മൾ കാണുന്നത് തൊട്ടടുത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജസ് ആണ് ഈ ഒരു ബിൽഡിങ്സിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് തോന്നും കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ ബിൽഡിങ്സ് മാത്രമല്ല, നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് പ്രാഗൊക്കെ പോയിട്ടുള്ളൊരു ഫീലാണ് തോന്നിയത് കേട്ടോ. ഓൾഡ് സ്ട്രീറ്റ്സും അതുപോലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും കുറേ ബ്രിഡ്ജസും കനാലും വാട്ടർ ബോഡിയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ് എപ്പോഴും. എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഈ ഒരു കനാൽ സിറ്റീസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആംസ്റ്റർഡാമും ബ്രൂക്സും ബ്രസൽസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടായത് കേട്ടോ. ശരിക്കും ബാംബർഗ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളത് ഇതുപോലത്തെ വാക്കബിൾ ആയിട്ടുള്ള ഓൾഡ് സ്ട്രീറ്റ്സും അതുപോലെ വളരെ കോസി ആയിട്ടുള്ള പബ്സ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്മോക്ഡ് ബീർ കൾച്ചറൊക്കെ ഉള്ള ഒരു കൊച്ച് ഓൾഡ് ടൗൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇച്ചിരി തണുപ്പായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കുഞ്ഞുവാവയ്ക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. അവൾ ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഭയങ്കരമായിട്ട് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ അവൾക്ക് ഹാറ്റൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അവൾ എടുത്ത് കളയും. അവൾക്ക് ഇഷ്ടമാണ് തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിരുന്നില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പോകുന്ന പ്ലേസസിൻ്റെ ക്ലൈമറ്റൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ക്ലോത്ത്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ വ്യൂ പോയിന്റ് ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.